കേന്ദ്ര സർക്കാരിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ സമരം. 10 ലക്ഷത്തിലേറെ പേർ ചങ്ങലയിൽ കണ്ണികളായി. ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സമരം. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് രാജ്ഭവൻ വരെ നീളുന്ന മനുഷ്യച്ചങ്ങലയാണ് തീർത്തത്. റെയിൽവേ യാത്രാ ദുരിതം, കേന്ദ്രത്തിന്റെ നിയമന നിരോധനം, സംസ്ഥാനത്തിനെതിരെയുള്ള സാമ്പത്തിക ഉപരോധം എന്നിവയിൽ പ്രതിഷേധിച്ചാണ് മനുഷ്യച്ചങ്ങല. വൈകിട്ട് 4:30 ട്രയൽ ചങ്ങല തീർത്ത ശേഷം 5 മണിയോടെയാണ് മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിജ്ഞയെടുത്തത്. മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി പ്രധാന കേന്ദ്രങ്ങളിലും പൊതുസമ്മേളനങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം കാസർഗോഡ് ആദ്യ കണ്ണിയായി. ഡിവൈഎഫ്ഐയുടെ ആദ്യ പ്രസിഡന്റ് ഇ പി ജയരാജൻ രാജ്ഭവന് മുന്നിൽ അവസാന കണ്ണിയായി. നീതിബോധമുള്ള എന്ന മനുഷ്യനിലയിൽ എന്റെ കർത്തവ്യവും കടമയുമാണ്. പരാജയപ്പെടാൻ പാടില്ലാത്ത ഈ പോരാട്ടത്തിൽ ഞാൻ അചഞ്ചലമായി നിലകൊള്ളുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഷൊർണൂരിൽ പാലക്കാട് തൃശൂർ ജില്ലയുടെ അതിർത്തി പ്രദേശമായ കൊച്ചിൻ പാലത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, NV വൈശാഖൻ, TR അജയൻ, മുണ്ടൂർ സേതുമാധവൻ തുടങ്ങിയവർ കണ്ണികളായി. വൈകിട്ട് 4:30 ട്രയൽ ചങ്ങല തീർത്ത ശേഷം 5 മനുഷ്യച്ചങ്ങല തീർത്ത് പ്രതിജ്ഞയെടുത്തു. തുടർന്ന് SMB ജംഗ്ഷനിൽ നടന്ന പൊതുസമ്മേളനത്തിൽ നേതാക്കൾ സംസാരിച്ചു. പൊതുയോഗം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഓരോ സംസ്ഥാനത്തിനും കൊടുക്കേണ്ടുന്ന കേന്ദ്ര വിഹിതം വെട്ടിച്ചുരുക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നതാണ്. കേന്ദ്രത്തിൽ കിട്ടുന്ന വിഹിതത്തിൻ്റെ 42% സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്. അത് 32% കുറക്കണമെന്നാണ് പറഞ്ഞത്. അതായത് നിലവിലുള്ളതിനേക്കാളും 10% കുറക്കണം എന്ന് പ്രധാനമന്ത്രി വഴിവിട്ട രൂപത്തിൽ ധനകാര്യ കമ്മീഷനോട് ശുപാർശ ചെയ്യുകയാണ്. നഗരസഭാ ചെയർമാൻ AK ജയപ്രകാശ് അധ്യക്ഷനായി. മലപ്പുറം ജില്ലാ അതിർത്തിയായ പുലാമന്തോളിൽ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, DYFI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് K ശ്യാംപ്രസാദ്, DYFI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ എന്നിവർ കണ്ണികളായി. ഗാന്ധിജി കൊല്ലപ്പെട്ടതോ മരണപ്പെട്ടതോ ഈ രാജ്യത്തിന്റെ ചരിത്ര രേഖകളിൽ ഏതൊരു ആൾക്കും ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാകുന്നതല്ലേ. എന്നാൽ ആ ചരിത്രത്തെ വളച്ചൊടിച്ച് ഗാന്ധിജി മരണപ്പെട്ടതാണ് എന്ന് എഴുതി ചേർത്തിരിക്കുന്നു. എന്താണ് അതിന്റെ കാരണം? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ ജാതിമത ശക്തികളെയും അണിനിരത്തി ബ്രിട്ടീഷുകാർക്കെതിരായി അണിനിരത്തി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിവെച്ചതാരാണ്? പെരിന്തൽമണ്ണയിൽ മുൻ സ്പീക്കർ P ശ്രീരാമകൃഷ്ണൻ, മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി, നഗരസഭാ ചെയർമാൻ P ഷാജി തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. പിടിച്ചുവെക്കുന്നു. രാജ്ഭവനെ BJPയുടെ ക്യാമ്പ് ഓഫീസ് ആക്കിയിരിക്കുന്നു. കേരളത്തിലെ റെയിൽവേ വികസനം അട്ടിമറിക്കുന്നതിന് പിന്നിലും സംഘപരിവാറിന്റെ വെറുപ്പ് രാഷ്ട്രീയമാണ്. ബദൽ പദ്ധതി വളണ്ടിയർമാർ എത്ര വേഗം അവിടെ വന്ന് സ്റ്റേജിനടുത്ത് വന്ന് ഈ കസേരകൾ നിർത്തേണ്ടതാണ്. നമ്മുടെ മനുഷ്യസംഘടനയുടെ ഭാഗമായിട്ടുള്ള പൊതുയോഗം ആരംഭിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന സഹകരണി മുന്നിൽ തയ്യാറാക്കി